2023 കണക്കനുസരിച്ച് ലോകത്ത് 140 കോടി കത്തോലിക്കരുണ്ട്. തെക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമായി 41%, ആഫ്രിക്കയിൽ 20%, ഏഷ്യയിൽ 11%. ഇത് കഴിഞ്ഞാൽ 20% യൂറോപ്പിൽ, വടക്കേ അമേരിക്കയിൽ 6.5%-ലേറെയും വരും. യൂറോപ്പിന് പുറത്ത് നിന്ന് മാർപ്പാപ്പ വന്നപ്പോൾ കഴിഞ്ഞ തവണ അത് ലാറ്റിൻ അമേരിക്ക അഥവാ തെക്കേ അമേരിക്കയിൽ നിന്നായത് സ്വാഭാവികമാണ്. ലോകത്തെ കത്തോലിക്കരുടെ 2/3-ലേറെയും തെക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമാണ്. ഏഷ്യയിൽ നിന്ന് പുതിയ പാപ്പ വരുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒരു ഉത്തരം സാധ്യമല്ല. ഏഷ്യയേക്കാൾ കൂടുതൽ കത്തോലിക്കരുള്ളത് ആഫ്രിക്കയിലാണ്. 20% കത്തോലിക്കരും അവിടെയാണ് ജീവിക്കുന്നത്. മേഖല തിരിച്ചല്ല മാർപ്പാപ്പമാരെ തീരുമാനിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക മേഖലകളിൽ നിന്ന് വേണം എന്ന് തീരുമാനിച്ചതിന്റെ ഫലമായല്ല ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത്. കത്തോലിക്കരുടെ എണ്ണം കൂടുതലുള്ള മേഖലയിൽ നിന്ന് കർദിനാൾമാരും സ്വാഭാവികമായി കൂടുതലുണ്ടാകും. നേതൃപരമായി മികവുള്ളവർ അവരിൽ നിന്ന് മുന്നോട്ട് വരുവാനുള്ള സാധ്യതയും കൂടുതലാണ്. 100 വർഷം മുമ്പുണ്ടായിരുന്ന സഭയിലെ ഇറ്റലിയുടെ ആധിപത്യം ഇപ്പോഴില്ല. സഭ യൂറോപ്പിന് പുറത്തേക്ക് പന്തലിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പാപ്പയ്ക്കായാണ് വിശ്വാസികൾ കാത്തിരിക്കുന്നത്.